അഞ്ജന സുകുമാരൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾക്കായുണ്ട്. അഞ്ജന, കോഴിക്കോട് നഗരത്തിൽ തന്നെ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായതായാണ് വാർത്തകൾ. അതേസമയം തന്നെ മലയോര മേഖലയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അഞ്ജന, കേൾക്കാമോ? അഭിലാഷ്, കേൾക്കാം. ഞാനിപ്പോഴുള്ളത് ഈ മുണ്ടിക്കൽ താഴം ഭാഗത്താണ്. ഇവിടെ ബൈപ്പാസ് റോഡിലാണുള്ളത്. ഇത് തൊണ്ടയാട് ഭാഗത്തു നിന്നും കുന്നമംഗലം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ ഏതാണ്ട് ഒരു 200 മീറ്ററോളം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ നോക്കിയാൽ കാണാം, വാഹനങ്ങൾ പോകാൻ സാധിക്കാതെ അവിടെ നിന്നും തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറെ ബുദ്ധിമുട്ടിലാകുന്നത് ഇതുവഴി നടന്നു പോകുന്ന ആളുകളെയാണ്. ഇപ്പോൾ സ്കൂളുകൾക്ക് അവധിയാണ്, പക്ഷേ എങ്കിൽ പോലും ഓഫീസുകളിലേക്കും ജോലിക്കുമൊക്കെ പോകേണ്ട ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ മഴ പെയ്യുമ്പോഴൂടെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊക്കെ രൂപപ്പെടാറുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇത്രയോളം ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. വലിയ രീതിയിൽ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇന്നലെ മുതൽ, രാത്രിയിൽ മുതൽ തുടരുന്ന മഴയാണ്. ഇതുവരെയും അവസാനിച്ചിട്ടില്ല. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലകളിൽ വലിയ പ്രശ്നമുള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ തൊട്ടപ്പുറത്ത് ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കാന സജീവമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നല്ല മഴയാണല്ലേ? നല്ല മഴയാണ്, വരും മഴ. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ടോ? നല്ല മഴക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത്രയൊന്നും ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം കൂടുതലാണ്. നല്ല മഴ. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ വണ്ടി ഇവിടെ കുടുങ്ങിണ്ടായിന്. നമ്മളെ ഷോപ്പാണത്. സമീപത്തെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കുറച്ച് വീടുകളുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു. കുളിച്ചത് തുടങ്ങിയ 4 മണിയാണ്. എന്തായാലും പുലർച്ചെ മുതൽ നിർത്താതെ പെയ്യുന്നൊരു മഴയാണ്. നഗരപ്രദേശത്തായാലും മലയോര മേഖലകളിലായാലും മഴ ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണ്. അത് തുടർച്ചയായി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം സമയം ഒന്ന് മാറി നിന്നാലൊക്കെ ഒരുപക്ഷെ വെള്ളം ഒഴുകി പോയേക്കാം, പക്ഷെ അതിനുള്ള അവസരം ലഭിക്കുന്നില്ല. മഴ ശക്തിയായി തുടരുകയാണ് എന്നുള്ളതാണ്. മലയോര മേഖലകളായ വിലങ്ങാട്, നാഥാപുരം, താമരശ്ശേരി മേഖലകളിലൊക്കെ മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഏതായാലും പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. താഴ്ന്ന റോഡുകളിലൊക്കെയും വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അഭിലാഷ്. തീർച്ചയായിട്ടും. അഞ്ജന കോഴിക്കോട് നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്.